ഹലോ, എല്ലാവർക്കും മരിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് വെച്ചൊരു ചിക്കൻ കറിയാണ്. ഇതിലേക്ക് വേണ്ട തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പിന്നെ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ഒക്കെയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ഉരുളി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇളക്കി ഒന്ന് മുരിഞ്ഞതിന് ശേഷം അതിൽ ചെറുള്ളി ചേർത്ത് കൊടുക്കുക. ചെറുള്ളി ചേർത്ത് നന്നായി ചെറുള്ളി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനാവശ്യത്തിന് ഉപ്പ് ചേർത്തു ഇളക്കി കൊടുത്തു. തക്കാളി ചേർത്തു. ചിക്കൻ്റെ ഗ്രേവിയിൽ ഒരു ചെറിയൊരു പുളിരസം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത്. അപ്പോൾ അത് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റി ഒന്ന് ഗോൾഡൻ കളറിലാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 2 ചെറുനാരങ്ങ എടുത്ത് ഇനി അതിൽ പൊടികൾ ചേർക്കുകയാണ്. അപ്പോൾ അതിൽ ഗരം മസാല, കുരുമുളക് പൊടി, പെരുംജീരകം, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ പൊടികളും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുകയാണ്. അതൊന്ന് മൂക്കുമ്പോൾ അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒന്ന് കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ചിക്കൻ ചേർക്കുകയാണ്. എടുത്ത് വെച്ച് ചിക്കനൊക്കെ അതിലേക്ക് ഇടാണ്. ചിക്കൻ ചേർത്ത് ഇളക്കുക. നമ്മൾ ചിക്കനൊന്നും അടി പിടിക്കാത്ത തരത്തിൽ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പം അതിൽ ഒരു ചെറിയൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുനാരങ്ങ ചേർത്ത് ഇളക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ തന്നെ ഒരു ചെറുതായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരു ചെറിയ ഗ്രേവിക്ക് വേണ്ടി നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് നല്ല സ്മെല്ലാണ്. ഇനി ആവശ്യത്തിനുള്ള പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണ്. അതൊന്ന് ബ്രൗൺ ആയതിന് ശേഷം അണ്ടിപ്പരിപ്പ് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ അരപ്പ് ചിക്കനിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ ചിക്കൻ കറി ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്താനായി. അപ്പോൾ അതിൻ്റെ സ്മെല്ല് വന്നപ്പോൾ തന്നെ പൊന്നു വന്ന് ചിക്കൻ മേടിച്ച് കഴിച്ച് സൂപ്പറാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നെയ്യ് ലാസ്റ്റ് ഒഴിച്ചു ചിക്കൻ കറി റെഡി.